LDF ഭരിക്കുന്ന അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വെട്ടി CPMന്റെ പിന്തുണയോടുകൂടി ലീഗിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ CPMന്റെ പിന്തുണയോടുകൂടി ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രത്നകുമാറിനെതിരെ മത്സരിച്ച ലീഗ് അംഗം VK ഗോപാലൻ വിജയിച്ചത്. CPM അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഇല്ലിക്കൽ ഹുസൈൻ ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 5 പേരുള്ള കമ്മിറ്റിയിൽ കോൺഗ്രസിന് 2, ലീഗിന് 2, CPMന് 1 എന്നിങ്ങനെയാണ് അംഗങ്ങളുള്ളത്. ആകെയുള്ള 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 1 വേണമെന്ന നിലപാട് ലീഗ് സ്വീകരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയിരുന്നില്ല. ഇതോടെയാണ് ലീഗ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് പാട്ടക്കരിമ്പ് വാർഡ് മെമ്പർ VK ഗോപാലനെ മത്സരിപ്പിച്ചത്. 2-നെതിരെ 3 വോട്ടുകൾക്കാണ് VK ഗോപാലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ 2 അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ലീഗ് അംഗങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു. 22 അംഗങ്ങളുള്ള അമരമ്പലത്ത് കോൺഗ്രസിന് 11, ലീഗിന് 6, LDFന് 5 അംഗങ്ങളാണ് ഉള്ളത്. കോൺഗ്രസും ലീഗും ഭരണത്തിന്റെ തുടക്കത്തിലെ തർക്കം തുടങ്ങിയതോടെ ആശങ്കയിലാണ് പഞ്ചായത്തിലെ നേതൃത്വവും പ്രവർത്തകരും.